ഇപ്പോഴിതാ അമേരിക്കയുടെ ഹമാസിനെ തീർക്കാനുള്ള നാടകീയ സംഭവങ്ങൾക്ക് അവസാനമുണ്ടായിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിലേറിയ അന്ന് മുതൽ പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കും, ഗാസയെ ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള നിരവധി പ്രഖ്യാപനങ്ങളാണ്. പക്ഷെ ട്രംപിന്റെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം വെറും പ്രഖ്യാപനങ്ങളായി മാത്രം നിലനിൽക്കുകയാണ്. അവ ഫലവത്താക്കാൻ ട്രംപിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പിന്നിലൊരു കാരണം നിലനിൽക്കുന്നുണ്ട്. അത് അമേരിക്കൻ വംശജരായ ബന്ദികൾ ഹമാസിന്റെ പക്കൽ ഉണ്ടെന്നതാണ്. 5 ബന്ദികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ കടന്നാക്രമണത്തെ തുടർന്ന് 5 ബന്ദികൾ ഒരാളായി കുറഞ്ഞു. ബാക്കിയുള്ളവരെ കൊന്നുകളയുകയായിരുന്നു. ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ വംശജരായ ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ അമേരിക്ക ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുകയാണെന്നാണ്. അമേരിക്കയിലെയും ഇസ്രയേലിലെയും മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഹമാസും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ്. പക്ഷേ അമേരിക്ക പൂർണ്ണമായും ഇസ്രയേലിനെ ഒഴിവാക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് 1997 മുതൽ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചൊരു രാജ്യമാണ് അമേരിക്ക എന്നത്. തുടർന്നുള്ള കാലഘട്ടം മുതൽ ഇന്ന് വരെ അമേരിക്ക ഹമാസുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറായിട്ടുമില്ല. ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്ക ഹമാസുമായി കൂടുതൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം പോലും അമേരിക്ക ഹമാസുമായി ഒരു ചർച്ചകൾക്കും വഴിവെച്ചിരുന്നില്ല. അമേരിക്ക പ്രധാനമായിട്ടും നടത്തിയ പ്രഖ്യാപനങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും, ഹമാസ് ചുട്ടുചാമ്പലാക്കും, ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ഗാസ നഗരമാക്കും തുടങ്ങിയവയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രഖ്യാപനവും ഇതുതന്നെയായിരുന്നു. ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ഹമാസിന്റെ നാശമായിരിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക പിന്നിൽ നിന്ന് ഹമാസുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയാണെന്നാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്ക പൂർണ്ണമായും ഇസ്രയേലിനെ ഒഴിവാക്കുകയാണ്. ഭീകര സംഘടനയായി അമേരിക്ക ഹമാസിനെ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു ചർച്ചകൾക്കും അമേരിക്ക പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്ക ഹമാസുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെയെല്ലാം വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത് ഹമാസിനെ ഇല്ലാതാക്കാനോ അതുപോലെ ഗാസയെ നഗരമാക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഈ യാഥാർത്ഥ്യം ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ട് ഗാസയിലേക്ക് ഒരു കടന്നാക്രമണം നടത്താമെന്ന് അമേരിക്ക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ട്രംപ് നടത്തിയ പ്രഖ്യാപനം ഗാസ അമേരിക്കയ്ക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, അത് അമേരിക്ക പിടിച്ചെടുക്കാൻ പോകുകയാണെന്നാണ്. തുടർന്ന് ട്രംപ് പറഞ്ഞത് അമേരിക്ക നേരിട്ടല്ല, മറിച്ച് ഇസ്രയേൽ ഗാസയെ പിടിച്ചെടുത്ത് ഞങ്ങൾക്ക് തരുമെന്നായിരുന്നു. ഗാസയെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. കൂടാതെ 21 ലക്ഷത്തോളം വരുന്ന ഗാസ നിവാസികളെ പുറത്താക്കുമെന്നും ട്രംപ് ശക്തമായി പറയുകയുണ്ടായി. ഗാസ പുനർനിർമ്മിച്ചതിനു ശേഷം അവരെ തിരികെ കൊണ്ടുവരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രതികരണം അമേരിക്കയ്ക്ക് ശരിക്കും ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ ഹമാസ് ഭയന്നിരുന്നില്ല. മാത്രമല്ല, ഗാസയിലെ ജനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ പിന്തള്ളാനൊന്നും ഹമാസ് തയ്യാറാവുകയും ചെയ്തില്ല. അമേരിക്കയുടെ കാലിൽ വീഴാനും ഹമാസ് പോയില്ല. അമേരിക്കയുടെ ഈ ഭീഷണി ഹമാസിനെ ഏൽക്കാത്തത് മൂലമായിരിക്കാം അടുത്ത തന്ത്രവുമായി ട്രംപ് മുന്നോട്ട് പോകുന്നതെന്നും പറയാം. ഒരു വശത്ത് ട്രംപ് ഭീഷണിയുടെ സ്വരം ഉയർത്തുമ്പോൾ മറുവശത്ത് ഹമാസുമായി ചർച്ച നടത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള കുതന്ത്രമാണ് ട്രംപിന്റേത്. സത്യം പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ ഐക്യം യഥാർത്ഥത്തിൽ ട്രംപിനെ ഭയപ്പെടുത്തുകയാണ്. അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിയിൽ ഗാസയ്ക്കായി പുതിയ പദ്ധതികളും തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നു. യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് $5300 കോടി പദ്ധതിയുമായി ഈജിപ്ത് രംഗത്ത് വന്നിരുന്നു. ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരുന്ന കാര്യമെന്നത് 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും പാലസ്തീൻകാരെ കൊടിയൊഴിപ്പിക്കാനും ഒഴിവാക്കാനും അറബ് നേതാക്കൾ പിന്തുണയ്ക്കണമെന്നാണ്. പാലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസയെ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായിട്ടാണ് ഈ പദ്ധതി കൂടുതലും ഈജിപ്ത് കൊണ്ടുവന്നതെന്നും പറയാം. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ 2 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടതായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കെയ്റോയിൽ നടന്ന അറബ് ഉച്ചകോടിയുടെ അന്തിമ പ്രമേയത്തിൽ പദ്ധതി നിർദ്ദേശം ഉൾപ്പെടുത്തും ാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ തെളിയിക്കുന്നത്. ഗാസയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണനിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനവും അറബ് ഉച്ചകോടി നടത്തിയിരുന്നു. ഹമാസിനെ ഒഴിവാക്കി ഗാസയെ ഭാവി ഭരണത്തിലുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ലെന്ന വിലയിരുത്തലും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഗാസ സ്വന്തമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിന് ഹമാസിന് ഇടമില്ല എന്നത് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യാന്തര സേനയായിരിക്കും സുരക്ഷ പ്രധാനമായിട്ടും ഒരുക്കുന്നത്. സൗദി അറേബ്യ, UAE, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുടെ ചർച്ചയിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷമാണോ അതോ മുൻപാണോ ഭരണമാറ്റം നടപ്പിലാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ വ്യക്തതയില്ല. പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈജിപ്തിന്റെ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു. ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് UAE മേധാവി ആന്റോണിയോ ഗുട്ടേറസ്
പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്നത്. ഒഴിപ്പിക്കുന്ന പാലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്ന ആവശ്യവും ട്രംപ് ഉന്നയിച്ചു. ഇതിനെ തുടർന്ന് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ബദൽ കൂടുതലും ആലോചിക്കുന്നത്. പക്ഷേ ഗാസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗാസയുടെ ഭരണനിർവഹണം എങ്ങനെ സാധ്യമാകുന്ന കാര്യത്തിലും ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ എന്നും ഇവരുടെ രേഖയിൽ വെളിപ്പെടുത്തുന്നില്ല. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തെളിയിക്കുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഹമാസ് യുദ്ധമാണെങ്കിൽ യുദ്ധം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രംപിനെതിരെ ഇറാനും ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരികയുണ്ടായി. കൂടാതെ റഷ്യ വഴി അമേരിക്ക ഇറാനുമായി ചർച്ചകൾക്ക് ശ്രമിക്കുകയാണ്. അതിനാൽ അമേരിക്ക പറയുന്നത് പോലെ അവർ ഒരിക്കലും ഹമാസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. അതൊരിക്കലും നടക്കുകയുമില്ല. മാത്രമല്ല, ഇസ്രയേലിനെ അമേരിക്ക പൂർണ്ണമായും ഇല്ലാതാക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.